ഹായ് ഫ്രണ്ട്സ്, ഇന്നെനിക്ക് നല്ല കളറിലുള്ള ചുവന്ന ചീര കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് ഇന്ന് തോരനുണ്ടാക്കാം. നല്ല വാടാത്ത ചീരയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചീര കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടുവളപ്പിലൊക്കെ നട്ടിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇലക്കറിയാണ്. നല്ല ഹെൽത്തിയായ നല്ലൊരു ഇലക്കറിയാണ്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് അല്പം ഉപ്പ് വിതറി കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് അല്പസമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവിയിൽ തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാ നോക്കിയേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം തേങ്ങ ചിരതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിയായ ഹെൽത്തിയായ ചീരത്തോരൻ റെഡി. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.